ഒഫീഷ്യൽ ടോക്കിൽ കോൺഫിഡൻറ്റോടെ സംസാരിക്കാൻ അത്യാവശ്യം കുറച്ച് വാക്കുകൾ അറിഞ്ഞേ തീരൂ. ഇത്തരത്തിൽ നിങ്ങൾക്ക് നല്ല സ്റ്റൈലായി കോൺഫിഡൻ്റായി സംസാരിക്കാൻ ഉപകാരപ്പെടുന്ന കുറച്ച് വാക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തേത് മോറോവർ, അതിലുപരി. പതിവായി വായിക്കുന്നത് അറിവ് മെച്ചപ്പെടുത്തും, അതിലുപരി അത് ഭാവന വർദ്ധിപ്പിക്കും. Reading regularly improves knowledge. Moreover, it enhances imagination. Reading regularly improves knowledge. Moreover, it enhances imagination. അടുത്തത് furthermore, കൂടാതെ. ഈ നഗരം ഒരു ബിസിനസ് ഹബ്ബാണ്, കൂടാതെ മികച്ച വിദ്യാഭ്യാസവും വാഗ്ദാനം ചെയ്യുന്നു. The city is a business hub. Furthermore, it offers great education. The city is a business hub. Furthermore, it offers great education. അടുത്ത വാക്ക് നോക്കാം. Consequently, തൽഫലമായി. അവൾ കഠിനാധ്വാനം ചെയ്തു, തൽഫലമായി അവൾക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു. She worked hard. Consequently, she got promoted. She worked hard. Consequently, she got promoted. അടുത്തത് however, എങ്കിലും. ഓൺലൈൻ പഠനം സൗകര്യപ്രദമാണ്, എന്നിരുന്നാലും ഇതിൽ ഇൻറ്ററാക്ഷൻ ഇല്ല. ഓൺലൈൻ ലേണിംഗ് ഈസ് കൺവീനിയൻറ്റ്. However, it lacks face-to-face interaction. അടുത്ത വാക്ക് therefore, അതുകൊണ്ട്. പരിക്കേറ്റതിനാൽ അവന് കളിക്കാനായില്ല. He was injured and therefore unable to play. He was injured and therefore unable to play. അടുത്തത് for instance, ഉദാഹരണത്തിന്, ഉദാഹരണം പറയാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. പലരും ഫ്ലെക്സിബിൾ ജോലികൾ ഇഷ്ടപ്പെടുന്നു. ഉദാഹരണത്തിന് ഫ്രീലാൻസിംഗ് പോപ്പുലറാണ്. Many people prefer flexible jobs. For instance, freelancing is popular. Many people prefer flexible jobs. For instance, freelancing is popular. അടുത്തത് സിഗ്നിഫിക്കൻറ്റ്, കാര്യമായ. പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം എടുത്തു പറയാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. രണ്ട് കടയിലെയും തമ്മിലുള്ള വിലയിൽ കാര്യമായ വ്യത്യാസമുണ്ട്. There is a significant difference in prices between the two stores. There is a significant difference in prices between the two stores. അടുത്ത വാക്ക് ഇല്ലുസ്ട്രേറ്റ്, ചിത്രീകരിക്കുക അല്ലെങ്കിൽ കാട്ടിത്തരിക. ഈ ചിത്രം 6 തരം ഭക്ഷണങ്ങളെ വ്യക്തമാക്കുന്നു. This picture illustrates 6 categories of food. This picture illustrates 6 categories of food. ഈ ഗ്രാഫ് ആഗോള താപനിലയിലെ വർധനവ് വ്യക്തമാക്കുന്നു. This graph illustrates the increase in global temperature. This graph illustrates the increase in global temperature. അടുത്ത വാക്ക് ഇൻഡിക്കേറ്റ്, സൂചിപ്പിക്കുക. നിധി എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് മാപ്പ് സൂചിപ്പിക്കുന്നു. The map indicates where the treasure is buried. The map indicates where the treasure is buried. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് പുതിയ പുതിയ കണ്ടന്റ് ചെയ്യാനുള്ള ഇൻസ്പിറേഷനാണ്. അടുത്ത വാക്ക് ഓൾദോ, എങ്കിലും. മഴ പെയ്തിരുന്നെങ്കിലും പരിപാടി വിജയകരമായിരുന്നു. Although it was raining,
The event was success. Although it was raining, the event was success. അടുത്ത വാക്ക് whereas, അതേസമയം. നഗരജീവിതം വേഗമേറിയതാണ്, അതേസമയം ഗ്രാമജീവിതം ശാന്തമാണ്. City life is fast-paced, whereas village life is peaceful. City life is fast-paced, whereas village life is peaceful. അടുത്ത വാക്ക് on the contrary, നേരെ മറിച്ച്. അതായത് ഓപ്പോസിറ്റ് ഐഡിയ പറയുമ്പോഴാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. അതെനിക്ക് വൃത്തികേടായി തോന്നിയില്ല, നേരെ മറിച്ച് അത് വളരെ മനോഹരമാണെന്നാണ് ഞാൻ കരുതുന്നത്. It doesn't seem ugly to me. On the contrary, I think it's rather beautiful. It doesn't seem ugly to me. On the contrary, I think it's rather beautiful. അടുത്ത വാക്ക് എസെൻഷ്യൽ, അത്യന്താപേക്ഷിതം അല്ലെങ്കിൽ വളരെ അത്യാവശ്യം. നല്ല ആശയവിനിമയം വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. Good communication is essential for success. Good communication is essential for success. അടുത്തത് in contrast, വിപരീതമായി. അതായത് വ്യത്യാസം ഹൈലൈറ്റ് ചെയ്യാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നഗരപ്രദേശങ്ങൾ ജനസാന്ദ്രതയുള്ളതാണ്. In contrast to rural areas, urban areas are densely populated. In contrast to rural areas, urban areas are densely populated. അടുത്ത വാക്ക് സിമിലർലി, സമാനമായി. ഒരേപോലെയുള്ളതിനെക്കുറിച്ച് സംസാരിക്കാൻ ഉപയോഗിക്കുന്നു. വ്യായാമം ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു, അതുപോലെ വായന മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. Exercise improves physical health. Similarly, reading boosts mental health. Exercise improves physical health. Similarly, reading boosts mental health. വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.